അമൃതവേണി ലൈസ് കിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE ഇൻ അസോസിയേഷൻ വിത്ത് ജോയ് ആലുക്കാസ്. ഇത്തവണ ഫസ്റ്റ് അടിക്കില്ലേ നമ്മള്? കുട്ടികൾക്കൊക്കെ പെയിൻ ശല്യം ഉണ്ടാകും. അതുകൊണ്ട് ലൈസ് കിറ്റ് ഉപയോഗിച്ച് ക്ലാസ്സിൽ വരാൻ പ്രത്യേക ശ്രദ്ധിക്കണം. ലൈസ് കിറ്റ് ലൈസ് റിമൂവർ പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. നമസ്കാരം, ഞാൻ ഡെയ്സി ബിജു. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് നവംബർ 17 തിങ്കളാഴ്ച. കണ്ണൂർ പയ്യന്നൂരിലെ BLO അനീഷ് ജോർജിന്റെ ആത്മഹത്യയിൽ പ്രതിഷേധിച്ച് BLOമാർ സംസ്ഥാന വ്യാപകമായി ഇന്ന് ജോലി ബഹിഷ്കരിക്കും. പ്രതിഷേധത്തിന്റെ ഭാഗമായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിക്കും. കൂടാതെ എല്ലാ ജില്ലാ കളക്ടറേറ്റുകളിലേക്കും മാർച്ച് നടത്തും. പയ്യന്നൂർ ഏറ്റുകുടുക്കയിൽ ബൂത്ത് ലെവൽ ഓഫീസറായ അനീഷിനെ ഇന്നലെ രാവിലെ 11 മണിയോടെ വീട്ടിലെ കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. കുന്നരു AUP സ്കൂളിലെ പ്യൂണാണ് അനീഷ്. ജോലി സമ്മർദ്ദമാണ് അനീഷ് ജോർജിന്റെ മരണത്തിന് പിന്നിലെന്നാണ് ബന്ധുക്കളുടെ ആരോപണം. SIR ചുമതല കൂടി വന്നതോടെ അധിക ജോലിഭാരം മൂലം സർക്കാർ ജീവനക്കാർ കടുത്ത സമ്മർദ്ദത്തിലാണെന്നാണ് റിപ്പോർട്ടുകൾ. പയ്യന്നൂർ ഏറ്റുകുടുക്കയിൽ BLO ജീവനൊടുക്കിയത് ജോലി സംബന്ധമായ കടുത്ത മാനസിക സമ്മർദ്ദം മൂലമാണെന്നും എന്നാൽ ഈ വിഷയത്തിൽ മറ്റാർക്കും യാതൊരു ബാധ്യതയുമില്ലെന്നും യുവാവിന്റെ പിതാവ്. കുറച്ചു ദിവസങ്ങളായി SIRമായി ബന്ധപ്പെട്ട് മകൻ ടെൻഷനിലായിരുന്നുവെന്നും ഈ ടെൻഷൻ ഇത്രത്തോളം എത്തുമെന്ന് തങ്ങളാരും പ്രതീക്ഷിച്ചിരുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. പയ്യന്നൂർ ഏറ്റുകുടുക്കയിൽ BLO അനീഷ് ജോർജ് ആത്മഹത്യ ചെയ്ത സംഭവം ദൌർഭാഗ്യകരമാണെന്ന് CPM മുതിർന്ന നേതാവ് MV ജയരാജൻ. അനീഷ് കടുത്ത ജോലി സമ്മർദ്ദത്തിലായിരുന്നുവെന്നും കേരളത്തിൽ SIR നടപ്പിലാക്കാൻ സമയം വേണമെന്ന് BJP ഉൾപ്പെടെ പറഞ്ഞിരുന്നുവെന്നും ജയരാജൻ പറഞ്ഞു. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റേത് ഏകപക്ഷീയമായ നടപടിയാണെന്നും ബൂത്ത് ലെവൽ ഉദ്യോഗസ്ഥർ നേരിടുന്നത് കടുത്ത സമ്മർദ്ദമാണെന്നും MV ജയരാജൻ പറഞ്ഞു. കണ്ണൂരിലെ BLOയുടെ ആത്മഹത്യയിൽ പ്രതികരിച്ച് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. ധൃതി പിടിച്ചുള്ള SIR നടപ്പാക്കലിന്റെ ഇരയാണ് മരിച്ച ബൂത്ത് ലെവൽ ഓഫീസർ അനീഷ് എന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം കാരണമുണ്ടായ രക്തസാക്ഷിയാണ് അനീഷ് എന്നും സംഭവത്തിന്റെ ഉത്തരവാദിത്വം തെരഞ്ഞെടുപ്പ് കമ്മീഷനാണെന്നും ഇതിനെ നിയമപരമായി നേരിടുമെന്നും സുപ്രീം കോടതിയെ സമീപിക്കുമെന്നും KC വേണുഗോപാൽ പറഞ്ഞു. കണ്ണൂരിലെ BLOയുടെ ആത്മഹത്യ ഗൌരവമായി അന്വേഷിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. BLOമാർ നേരിടുന്നത് അമിതമായ ജോലിഭാരമാണെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷനും സർക്കാരും കൃത്യമായി അന്വേഷിച്ച് മറുപടി പറയണമെന്നും VD സതീശൻ പറഞ്ഞു. കേരളത്തിലെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നീട്ടിവെക്കണമെന്ന സർവീസ് സംഘടനകളുടെ ആവശ്യം പരിഗണിക്കാനാകില്ലെന്ന് ചീഫ് ഇലക്ടറൽ ഓഫീസർ. SIR നടപടികൾ നീട്ടിവെക്കുന്ന വിഷയം ചീഫ് ഇലക്ടറൽ ഓഫീസർ തലത്തിൽ പരിഗണിക്കാൻ കഴിയുന്ന വിഷയമല്ലെന്നും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടതെന്നും അദ്ദേഹം അറിയിച്ചു. കണ്ണൂരിലെ BLO അനീഷ് ജോർജിന്റെ ആത്മഹത്യയിൽ വിശദീകരണവുമായി ജില്ലാ കളക്ടർ. അനീഷ് ജോർജിന് തൊഴിൽ സമ്മർദ്ദം ഇല്ലായിരുന്നെന്നും ആകെ വിതരണം ചെയ്യാൻ ബാക്കിയുണ്ടായിരുന്നത് 50 ഫോമുകൾ മാത്രമായിരുന്നെന്നും കളക്ടർ അറിയിച്ചു. അനീഷ് ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി നിറവേറ്റിവരുന്ന ആളാണെന്നും സഹായം വേണ്ടതുണ്ടോ എന്നറിയാൻ ഉദ്യോഗസ്ഥർ വിളിച്ചപ്പോഴും ആവശ്യമില്ലെന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടിയെന്നും കളക്ടർ വാർത്താക്കുറിപ്പിൽ പറഞ്ഞു. പോലീസിന്റെയും വകുപ്പ് തല അന്വേഷണത്തിലും ആത്മഹത്യയിൽ തൊഴിൽ സമ്മർദ്ദം ഇല്ലെന്നാണ് കണ്ടെത്തൽ. സംഭവത്തിൽ ജോലിഭാരമെന്ന വിവരം ഇതുവരെ തനിക്ക് ലഭിച്ചിട്ടില്ലെന്നും BLOമാർക്ക് 31 ദിവസം മറ്റൊരു ജോലികളും നൽകിയിട്ടില്ല എന്നും സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രത്തൻ ഖേൽക്കർ പ്രതികരിച്ചു. തിരുവനന്തപുരത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സീറ്റ് നിഷേധിച്ചതിൽ മനം നൊന്ത് ആത്മഹത്യ ചെയ്ത RSS പ്രവർത്തകൻ ആനന്ദ് K തമ്പി BJP പ്രവർത്തകൻ അല്ലെന്ന് നേതൃത്വം. BJPയുടെ സ്ഥാനാർത്ഥി പട്ടികയിലും ഉണ്ടായിട്ടില്ലെന്നും ഒരു കാലത്തും പ്രവർത്തകനായിരുന്നിട്ടില്ലെന്നും BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് S സുരേഷ് പറഞ്ഞു. ഉദ്ധവ് താക്കറെ ശിവസേനയിലാണ് ആനന്ദെന്നും അതിന്റെ അംഗത്വം എടുത്തിരുന്നുവെന്നും അങ്ങനെയൊരു യുവാവിന്റെ മരണം BJPക്കെതിരായ കുപ്രചരണത്തിന് ഉപയോഗിക്കുകയാണെന്നും S സുരേഷും മത്സരരംഗത്തുള്ള R ശ്രീലേഖയും വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. ആനന്ദ് K തമ്പിയുടെ ശിവസേന ബന്ധം ഉന്നയിച്ച് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. ആനന്ദ് ശിവസേനയിലേക്ക് പോയെന്നാണ് താൻ അറിഞ്ഞതെന്നും മണ്ഡലം കമ്മിറ്റി നിർണയിച്ച ലിസ്റ്റിൽ ആനന്ദിന്റെ പേര് ഉണ്ടായിരുന്നില്ലെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. പാർട്ടിക്ക് വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ ശക്തമായ നടപടിയെടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരത്തെ RSS പ്രവർത്തകൻ ആനന്ദ് B തമ്പിയുടെ ആത്മഹത്യ
വ്യക്തിപരമായ മാനസിക വിഭ്രാന്തിയെ തുടർന്നാണെന്ന് ബിജെപി നേതാവ് ബി ഗോപാലകൃഷ്ണൻ. ആത്മഹത്യയെക്കുറിച്ച് പാർട്ടി അന്വേഷിക്കുമെന്നും ആത്മഹത്യയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സംഘടനാപരമായി നേരിടുമെന്നും ബി ഗോപാലകൃഷ്ണൻ പറഞ്ഞു. സീറ്റ് കിട്ടാത്തതിൽ ആത്മഹത്യ ചെയ്യണമെങ്കിൽ താൻ 12 പ്രാവശ്യം ആത്മഹത്യ ചെയ്യേണ്ടതാണെന്നും ബി ഗോപാലകൃഷ്ണൻ പറഞ്ഞു. തിരുവനന്തപുരത്തെ ബിജെപി പ്രവർത്തകന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് പ്രതികരണവുമായി കോൺഗ്രസ് നേതാവ് ശശി തരൂർ. ആത്മഹത്യയിൽ അന്വേഷണം നടക്കണമെന്നും സംഭവത്തിൽ എല്ലാവർക്കും ദുഃഖമാണെന്നും ശശി തരൂർ പറഞ്ഞു. കോർപ്പറേഷനിലേക്ക് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ശബരിനാഥിന് വോട്ട് അഭ്യർത്ഥിച്ച് സംസാരിക്കുമ്പോഴായിരുന്നു തരൂരിന്റെ പ്രതികരണം. ആത്മഹത്യ ചെയ്ത RSS പ്രവർത്തകൻ ആനന്ദ് ബി തമ്പിയുടെ കുടുംബത്തെ ആശ്വസിപ്പിക്കാൻ വീട്ടിലെത്തി മന്ത്രി വി ശിവൻകുട്ടി. ഇന്നലെ രാവിലെ വീട്ടിലെത്തിയ മന്ത്രി ആനന്ദിന്റെ കുടുംബാംഗങ്ങളെയും നാട്ടുകാരെയും കണ്ട് സംസാരിച്ചു. എല്ലാ പിന്തുണയും ഉറപ്പു നൽകിയാണ് മന്ത്രി മടങ്ങിയത്. ഇതിനിടെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ശിവൻകുട്ടി RSSനെയും BJPയെയും രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തു. തിരുവനന്തപുരത്തെ തൃക്കണ്ണാപുരം വാർഡിൽ സീറ്റ് നിഷേധിച്ചതിൽ മനം നൊന്ത് ജീവനൊടുക്കിയ RSS പ്രവർത്തകൻ ആനന്ദ് കെ തമ്പി സുഹൃത്തുമായി നടത്തിയ ഫോൺ സംഭാഷണം പുറത്തുവന്നു. രണ്ടും കൽപ്പിച്ചാണ് മത്സരിക്കാൻ തീരുമാനിച്ചതെന്നും അപമാനിച്ചവരെ വെറുതെ വിടില്ലെന്നും സംഘടനയ്ക്ക് വേണ്ടി എല്ലാം നൽകിയെന്നും എത്ര കൊമ്പനായാലും പോരാടുമെന്നും ആനന്ദ് തമ്പി പറയുന്നുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചെന്നാരോപിച്ച് BJPയുടെ വനിതാ പ്രാദേശിക നേതാവ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. തിരുവനന്തപുരം നെടുമങ്ങാടാണ് സംഭവം. നെടുമങ്ങാട് നഗരസഭ പനക്കോട്ടല വാർഡിൽ പ്രതീക്ഷിച്ച സ്ഥാനാർത്ഥിത്വം കിട്ടിയില്ലെന്നാണ് പരാതി. മഹിളാ മോർച്ച നോർത്ത് ജില്ലാ സെക്രട്ടറിയായ ശാലിനി അനിലാണ് സീറ്റ് നിഷേധിച്ചതിനെ തുടർന്ന് കൈഞ്ഞരമ്പ് മുറിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. BJPയിൽ കൂട്ടാത്മഹത്യ നടന്നുകൊണ്ടിരിക്കുന്നുവെന്നും ഇത് ഗൌരവമുള്ള വിഷയമാണെന്നും കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ. BJP വികാരമായി കണ്ടവരെ പറഞ്ഞുവിടുകയാണെന്നും തിരുവനന്തപുരത്ത് BJP 20 സീറ്റ് പോലും നേടില്ലെന്നും സംസ്ഥാനത്ത് പരാതി പറയാൻ ആരുമില്ലാത്ത അവസ്ഥയാണെന്നും കെ മുരളീധരൻ പറഞ്ഞു. പാർട്ടി നേതൃത്വത്തിനെതിരെ ഗുരുതര പരാതി ഉന്നയിച്ച് സിറ്റിംഗ് കൌൺസിലർ അടക്കം 2 പേർ ആത്മഹത്യ ചെയ്തതോടെ തിരുവനന്തപുരത്തെ BJP കടുത്ത പ്രതിരോധത്തിൽ. സാമ്പത്തിക ക്രമക്കേട് മുതൽ മണ്ണ് മാഫിയ ബന്ധമടക്കമുള്ള ആരോപണങ്ങൾക്ക് മറുപടി പറയേണ്ട അവസ്ഥയിലാണ് സംസ്ഥാന നേതൃത്വം. തുടർ ആത്മഹത്യകൾ CPMഉം കോൺഗ്രസും BJPക്കെതിരെ രാഷ്ട്രീയായുധമാക്കുകയാണ്. വോട്ടർ പട്ടികയിൽ നിന്ന് പേര് നീക്കിയ നടപടിയിൽ ഹൈക്കോടതിയെ സമീപിച്ച് കോൺഗ്രസ് സ്ഥാനാർത്ഥി. തിരുവനന്തപുരം കോർപ്പറേഷൻ മുട്ടട വാർഡ് സ്ഥാനാർത്ഥി വൈഷ്ണ സുരേഷാണ് കോടതിയെ സമീപിച്ചത്. പേര് വെട്ടിയ നടപടി റദ്ദാക്കണമെന്നാണ് ആവശ്യം. പിഴവുണ്ടായത് വോട്ടർ പട്ടികയിലാണെന്നും ഇത് തിരുത്തണമെന്നുമാണ് വാദം. സംഭവത്തിൽ ജില്ലാ കളക്ടർക്കും അപ്പീൽ നൽകിയിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് സംസ്ഥാന ഭരണത്തിന്റെ വിലയിരുത്തലാകില്ലെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. ശബരിമല സ്വർണ്ണപ്പാളി വിഷയം തിരഞ്ഞെടുപ്പിൽ സ്വാധീനം ചെലുത്തില്ലെന്നും അത് പ്രതിപക്ഷത്തിന്റെ രാഷ്ട്രീയായുധം മാത്രമാണെന്ന് ജനം തിരിച്ചറിഞ്ഞുവെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. അതേസമയം 3 മുന്നണികളും സ്ഥാനാർത്ഥി നിർണയത്തിൽ ഈഴവ സമുദായത്തിന് കാര്യമായ പരിഗണന നൽകുന്നുണ്ടെന്നും വെള്ളാപ്പള്ളി കൂട്ടിച്ചേർത്തു. പുത്തൂർ സുവോളജിക്കൽ പാർക്കിൽ പുള്ളിമാനുകൾ ചത്ത സംഭവത്തിന്റെ ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചതിന് ജീവനക്കാരന് സസ്പെൻഷൻ. മാന്നാമംഗലം ഫോറസ്റ്റ് സ്റ്റേഷനിലെ ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ PK മുഹമ്മദ് ഷമീമിനെയാണ് സസ്പെൻഡ് ചെയ്തത്. ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്ററുടേതാണ് ഉത്തരവ്. പോസ്റ്റ്മോർട്ടവും ജഡം മറവ് ചെയ്യുന്നതും ഉൾപ്പെടെയുള്ള ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിച്ചതിലെ വീഴ്ച ചൂണ്ടിക്കാട്ടിയാണ് അച്ചടക്ക നടപടി. KC വേണുഗോപാലിന്റെ ജനസമ്മതിയെ CPM ഭയപ്പെടുന്നതുകൊണ്ടാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അദ്ദേഹത്തെ രാഷ്ട്രീയ മാന്യതയില്ലാതെ അപഹസിച്ചതെന്ന് ചെറിയാൻ ഫിലിപ്പ് പറഞ്ഞു. ബീഹാർ തെരഞ്ഞെടുപ്പിൽ ശ്രദ്ധിക്കാതെ KC വേണുഗോപാൽ കേരളത്തിൽ അധികാരം ഉറപ്പിക്കാനുള്ള തിരക്കിലായിരുന്നുവെന്നാണ് ഗോവിന്ദൻ പറഞ്ഞത്. ജനാധിപത്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പോരാട്ടങ്ങളിൽ KC വേണുഗോപാലിന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ലെന്ന് AICC സെക്രട്ടറി TN പ്രതാപൻ. കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ KC വേണുഗോപാൽ ഉയർത്തുന്ന വിമർശനങ്ങളിൽ അസഹിഷ്ണുതയുള്ളതിനാലാണ് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ KC വേണുഗോപാലിനെ ആക്ഷേപിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു.
തിരുവനന്തപുരം മുൻ മേയർ ആര്യ രാജേന്ദ്രന് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നൽകാത്തതിൽ പ്രതികരിച്ച് മന്ത്രി വി ശിവൻകുട്ടി. 10ാം ക്ലാസ്സിൽ പഠിച്ച കുട്ടിയെ 8ാം ക്ലാസ്സിൽ ഇരുത്താനാകില്ലല്ലോ എന്നും മികച്ച സ്ഥാനങ്ങളിൽ ഇനിയും ആര്യയെ കാണാൻ കഴിയുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ആര്യ തന്റെ പ്രവർത്തന മേഖല കോഴിക്കോട്ടേക്ക് മാറ്റാൻ പാർട്ടിയോട് അഭ്യർത്ഥിച്ചുവെന്ന വാർത്തകൾക്കിടെയാണ് മന്ത്രിയുടെ പ്രതികരണം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യൂത്ത് ലീഗ് നേതാവ് അഡ്വക്കേറ്റ് ഫാത്തിമ തഹ്ലിയ കോഴിക്കോട് കോർപ്പറേഷനിൽ സ്ഥാനാർത്ഥി. നിലവിൽ യൂത്ത് ലീഗ് സംസ്ഥാന സെക്രട്ടറിയായ ഫാത്തിമ തഹ്ലിയ കുറ്റിച്ചിറ വാർഡിൽ നിന്നാണ് മത്സരിക്കുന്നത്. ചാനൽ ചർച്ചകളിലും സോഷ്യൽ മീഡിയയിലും ലീഗിന് വേണ്ടി പ്രതിരോധം തീർക്കുന്ന തഹ്ലിയയ്ക്ക് ഇത് കന്നി മത്സരമാണ്. മണ്ഡല മകരവിളക്കുത്സവത്തിനായി ശബരിമല നട തുറന്നു. കണ്ഠരര് മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തിയായ അരുൺകുമാർ നമ്പൂതിരിയാണ് നട തുറന്നത്. പുലർച്ചെ 3-ന് വൃശ്ചിക പുലരിയിൽ പുതിയ മേൽശാന്തിമാർ ശബരിമല മാളികപ്പുറം നടകൾ തുറക്കുന്നതോടെയാണ് തീർത്ഥാടനത്തിന് തുടക്കമാവുക. ഡിസംബർ 26-നാണ് അങ്കി ചാർത്തിയുള്ള ദീപാരാധന. മണ്ഡലപൂജ 27-നാണ്. 27-ന് രാത്രി നടയടക്കുന്നതോടെ മണ്ഡലകാലം പൂർത്തിയാകും. തുടർന്ന് ഡിസംബർ 30-ന് വൈകിട്ട് മകരവിളക്കുത്സവത്തിന് നട തുറക്കും. ജനുവരി 14-നാണ് മകരവിളക്ക്. ജനുവരി 19 വരെ തീർത്ഥാടകർക്ക് ദർശനം നടത്താം. ജനുവരി 20-ന് രാവിലെ നടയടക്കും. അതേസമയം മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിന്റെ ആദ്യ ദിനത്തിൽ ശബരിമലയിൽ കനത്ത തിരക്കെന്നാണ് റിപ്പോർട്ടുകൾ. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് സന്നിധാനത്തെ ശാസ്ത്രീയ പരിശോധനയ്ക്കായി SIT സംഘമെത്തി. SP ശശിധരനും സംഘവും ശ്രീകോവിലിലെ ദ്വാരപാലകപാളി, കട്ടിളപ്പാളി എന്നിവയുടെ സാമ്പിൾ ശേഖരിക്കും. പോറ്റി പണി ചെയ്ത് കൊണ്ടുവന്ന എല്ലാ സ്വർണ്ണ പാളികളുടെയും ചെമ്പ് പാളികളുടെയും സാമ്പിൾ ശേഖരിക്കും. ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് നടപടി. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള സംബന്ധിച്ച കേസുകളിലും വിവാദങ്ങളിലും ആശങ്കയോ ഭയമോ തോന്നിയിട്ടില്ലെന്ന് ഇന്നലെ സ്ഥാനമൊഴിഞ്ഞ ശബരിമല മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരി. എല്ലാം അയ്യപ്പൻ നോക്കിക്കൊള്ളുമെന്നാണ് വിശ്വാസമെന്നും അദ്ദേഹം പറഞ്ഞു. താരതമ്യേന പരാതിരഹിതമായ തീർത്ഥാടന കാലത്ത് അയ്യനെ സേവിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കൽപ്പാത്തി അഗ്രഹാരത്തെ ഭക്തിസാന്ദ്രമാക്കി ദേവരഥ സംഗമം. ദേവരഥ സംഗമം കാണാൻ ആയിരങ്ങളാണ് കൽപ്പാത്തിയിലെത്തിയത്. ത്രിസന്ധിയിൽ വിശാലാക്ഷി സമേത വിശ്വനാഥ സ്വാമി ക്ഷേത്രത്തിന് മുന്നിലെ തേരുമുട്ടിയിൽ 5 ദേവരഥങ്ങളുടെ സംഗമമാണ് നടന്നത്. വിശ്വനാഥന്റെ തേരിനൊപ്പം മുരുകനും ഗണപതിയും കൽപ്പാത്തി ലക്ഷ്മിനാരായണ പെരുമാളും ചാത്തപുരം പ്രസന്ന മഹാഗണപതിയും ഇടം പിടിച്ചു. അപൂർവ നിമിഷത്തിന് സാക്ഷിയായതും വേദമന്ത്ര ജപത്താൽ മുഖരിതമായ അഗ്രഹാര വീഥികളിൽ നിറഞ്ഞതും ആയിരങ്ങളാണ്. വർക്കലയിൽ ട്രെയിനിൽ നിന്ന് പാലോട് സ്വദേശി ശ്രീകുട്ടിയെ തള്ളിയിട്ട കേസിൽ അറസ്റ്റിലായ സുരേഷ് കുമാറിനെ കീഴ്പ്പെടുത്തിയ വ്യക്തിയെ കണ്ടെത്തി. കേസിലെ പ്രധാന സാക്ഷിയും ശ്രീകുട്ടിയുടെ സുഹൃത്ത് അർച്ചനയെ പ്രതിയിൽ നിന്ന് രക്ഷിച്ച ബീഹാർ സ്വദേശി ശങ്കർ പാസ്വാനിയാണ് പോലീസ് കണ്ടെത്തിയത്. അർച്ചനയെ രക്ഷിച്ച ശേഷം പ്രതിയെയും കീഴടക്കിയ ഇയാളെ പിന്നീട് ട്രെയിനിലുണ്ടായിരുന്ന ആരും കണ്ടിട്ടില്ല. തുടർന്ന് പ്രതിയെ കീഴ്പ്പെടുത്തിയ ആളെ തെരഞ്ഞുകൊണ്ട് പോലീസ് പരസ്യം ചെയ്തിരുന്നു. പിന്നാലെയാണ് ഇപ്പോൾ ഇയാളെ കണ്ടെത്തിയത്. മലപ്പുറം ചുങ്കത്തറയിൽ ഹണി ട്രാപ്പ് ഭീഷണിയിൽ യുവാവ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ യുവതിയും ഭർത്താവുമടക്കം 4 പേർ പോലീസ് പിടിയിലായി. ദില്ലിയിൽ ബിസിനസ്സുകാരനായ രതീഷ് ജൂൺ 11-നാണ് പള്ളിക്കുത്തിലെ വീട്ടിൽ തൂങ്ങി മരിച്ചത്. കേസിൽ അയൽവാസികളായ സിന്ധു, ഭർത്താവ് ശ്രീരാജ്, സുഹൃത്ത് മഹേഷ്, സിന്ധുവിന്റെ ബന്ധു പ്രവീൺ എന്നിവരെയാണ് എടക്കര പോലീസ് അറസ്റ്റ് ചെയ്തത്. സിന്ധു പലപ്പോഴായി പല ആവശ്യങ്ങൾ പറഞ്ഞ് രതീഷിൽ നിന്നും പണം കൈപ്പറ്റിയിരുന്നുവെന്നും രതീഷ് പണം തിരികെ ആവശ്യപ്പെട്ടതോടെയാണ് പ്രശ്നങ്ങൾക്ക് തുടക്കമായതുമെന്നുമാണ് രതീഷിന്റെ വീട്ടുകാരുടെ ആരോപണം. കൺഗ്രാചുലേഷൻസ് മിട്ടിക്കാട്ടോ. പൈലറ്റ് ആവണമെന്ന് പറയണേ. അവളുടെ ആഗ്രഹമല്ലേ, അവള് പറക്കട്ടെ. ചെലവ് എത്രയാന്ന്? KSFയുടെ പുതിയ ഹാർമണി ചുറ്റി ചേരണം. കണ്ണടച്ചു തുറക്കും മുമ്പ് അവളുടെ +2 കഴിയില്ലേ. കടം വാങ്ങാതെയും സ്ഥലം വിൽക്കാതെയും കുട്ടികളെ പഠിപ്പിക്കാം. KSFE ഹാർമണി ചിട്ടികൾ. KSFE ഹാർമണി ചുറ്റിയിൽ ചേരുന്ന 100 ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം. നീറ്റ് വിരുദ്ധ ബില്ലിന് രാഷ്ട്രപതി അംഗീകാരം തടഞ്ഞതിനെതിരെ തമിഴ്നാട് സർക്കാർ സുപ്രീംകോടതിയിൽ ഹർജി നൽകി. രാഷ്ട്രപതിയുടെ നടപടി ഭരണഘടനാ വിരുദ്ധവും നിയമവിരുദ്ധവുമാണെന്നാണ് തമിഴ്നാടിന്റെ വാദം. ബില്ലിന് രാഷ്ട്രപതിയുടെ അംഗീകാരം കിട്ടിയതായി കണക്കാക്കണമെന്നാണ് ആവശ്യം. ദില്ലിയിൽ അമിത്ഷായുമായി JDU നേതാക്കളായ സഞ്ജയ് ഝായും കേന്ദ്രമന്ത്രി ലല്ലൻ സിംഗും നടത്തിയ കൂടിക്കാഴ്ചയിൽ ബീഹാറിലെ മന്ത്രിസഭാ പ്രാതിനിധ്യത്തിൽ ഏകദേശ ധാരണയായി. JDUവിന് 14 വരെ മന്ത്രിമാരുണ്ടാകും. BJPക്ക് ഉപമുഖ്യമന്ത്രി പദം ഉൾപ്പെടെ 16 മന്ത്രിമാർ. ചിരാഗ് പാസ്വാന്റെ LJPക്ക് 3-ഉം ജിതിൻ റാം മാഞ്ചിയുടെയും ഉപേന്ദ്ര കുശ്വയുടെയും പാർട്ടികൾക്ക് ഓരോ മന്ത്രിസ്ഥാനവും ലഭിക്കും.
ഇന്ന് പട്നയിൽ 202 NDA MLA-മാർ യോഗം ചേർന്ന് കക്ഷി നേതാവായി നിതീഷ് കുമാറിനെ തിരഞ്ഞെടുക്കും. സത്യപ്രതിജ്ഞാ ചടങ്ങ് അടുത്ത ബുധനാഴ്ചയോ വ്യാഴാഴ്ചയോ ഗാന്ധി മൈതാനത്ത് നടന്നേക്കുമെന്നാണ് വിവരം. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന് കീഴിൽ നടപ്പാക്കിയ അമൃത് ഫാർമസി പദ്ധതി 10 വർഷം പൂർത്തീകരിച്ചു. 10ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി നടത്തിയ അമൃത് കാ 10വാം വർഷ് പരിപാടി ദില്ലിയിൽ ആരോഗ്യമന്ത്രി JP നദ്ദ ഉദ്ഘാടനം ചെയ്തു. രാജ്യത്ത് ഇതുവരെ 6.85 കോടി ആളുകൾക്ക് പ്രയോജനം ലഭിച്ചെന്നും 17,047 കോടി രൂപയുടെ മരുന്ന് ഇതിനോടകം വിതരണം ചെയ്തെന്നും കേന്ദ്രമന്ത്രി ചൂണ്ടിക്കാട്ടി. ഡൽഹി ചെങ്കോട്ടയ്ക്ക് സമീപം വാഹനത്തിൽ ഘടിപ്പിച്ച IED ഉപയോഗിച്ച് നടന്ന സ്ഫോടനം ചാവേർ ആക്രമണമായിരുന്നുവെന്ന് സ്ഥിരീകരിച്ച് ദേശീയ അന്വേഷണ ഏജൻസി. സ്ഫോടനം നടത്തിയ ഉമർ ഉൻ നബി ചാവേർ ആയിരുന്നുവെന്നും NIA സ്ഥിരീകരിച്ചു. ചെങ്കോട്ടയിലെ സ്ഫോടന സ്ഥലത്ത് നിന്ന് വെടിയുണ്ടകളും ഒഴിഞ്ഞ ഷെല്ലുകളും കണ്ടെത്തിയെന്ന് സ്ഥിരീകരണം. എന്നാൽ തോക്ക് കണ്ടെത്തിയിട്ടില്ല. കാറിൽ 30 കിലോയോളം സ്ഫോടക വസ്തു സൂക്ഷിച്ചിരുന്നതായാണ് വിവരം. TATP എന്ന മാരക സ്ഫോടക വസ്തു ഉപയോഗിച്ചെന്നാണ് അന്വേഷണ സംഘം കരുതുന്നത്. ചെങ്കോട്ട സ്ഫോടനത്തിൽ ഒരാൾ കൂടി അറസ്റ്റിൽ. ഉമർ നബിയുടെ സഹായിയാണ് NIA-യുടെ പിടിയിലായിരിക്കുന്നത്. അമർ റഷീദ് അലി എന്നയാളെയാണ് പിടികൂടിയിരിക്കുന്നത്. ഇയാളുടെ പേരിലാണ് കാർ വാങ്ങിയത്. നിലവിൽ കേസുമായി ബന്ധപ്പെട്ട് 73 പേരുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്ഫോടനത്തിനു വേണ്ടി കാർ വാങ്ങാനാണ് അമീർ റഷീദ് അലി ദില്ലിക്ക് എത്തിയതെന്നും ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട കൂടുതൽ പേരിലേക്ക് അന്വേഷണം നീളുകയാണെന്നും NIA വ്യക്തമാക്കി. ചെങ്കോട്ട സ്ഫോടനവുമായി ബന്ധപ്പെട്ട് 6 സംസ്ഥാനങ്ങളിൽ NIA-യുടെ നിർണായക പരിശോധന. ദില്ലി, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, പഞ്ചാബ്, ജമ്മു കാശ്മീർ എന്നീ സംസ്ഥാനങ്ങളിലാണ് പരിശോധന നടക്കുന്നത്. ചെങ്കോട്ട സ്ഫോടനത്തിൽ കസ്റ്റഡിയിലുള്ള ഭീകരരിൽ നിന്ന് ശേഖരിച്ച വിവരങ്ങളുടെ കൂടി അടിസ്ഥാനത്തിലാണ് NIA പരിശോധന എന്നാണ് വ്യക്തമാകുന്നത്. പാകിസ്ഥാനിലെ ഹൈദരാബാദിൽ അനധികൃത പടക്ക നിർമ്മാണ കേന്ദ്രത്തിലെ സ്ഫോടനത്തിൽ 4 പേർ മരിച്ചു, 6 പേർക്ക് പരിക്കേറ്റു. ലത്തീഫാബാദ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ലഖാരി ഗോത്ത് നദിയുടെ തീരത്ത് പടക്ക നിർമ്മാണശാലയിലാണ് ശക്തമായ സ്ഫോടനം നടന്നത്. തുടർന്ന് സ്ഥലത്ത് തീപിടുത്തമുണ്ടായെന്ന് പാക് മാധ്യമമായ ഡോൺ റിപ്പോർട്ട് ചെയ്തു. BBC-ക്കെതിരെ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പനോരമ എഡിറ്റ് വിവാദത്തിൽ BBC മാപ്പ് പറഞ്ഞെങ്കിലും നഷ്ടപരിഹാരം നൽകില്ലെന്ന് വ്യക്തമാക്കിയതോടെയാണ് ട്രംപ് നിയമ നടപടികളിലേക്ക് കടക്കുന്നത്. $1 ബില്യൺ $5 ബില്യൺ ഇടയിലുള്ളൊരു തുക നഷ്ടപരിഹാരമായി ആവശ്യപ്പെടുമെന്നും ട്രംപ് വ്യക്തമാക്കി. ഏഷ്യ കപ്പ് റൈസിംഗ് സ്റ്റാർസ് ടൂർണമെന്റിൽ ഇന്ത്യ A ടീമിനെതിരായ മത്സരത്തിൽ പാകിസ്ഥാൻ Aയ്ക്ക് 8 വിക്കറ്റ് ജയം. ദോഹയിൽ നടന്ന മത്സരത്തിൽ ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനെത്തിയ ഇന്ത്യ 19 ഓവറിൽ 136 റൺസിന് എല്ലാവരും പുറത്താവുകയായിരുന്നു. 45 റൺസെടുത്ത വൈഭവ് സൂര്യവംശിയും 35 റൺസെടുത്ത നമൻ ധീറുമാണ് ഇന്ത്യയ്ക്ക് വേണ്ടി തിളങ്ങിയത്. 137 റൺസ് വിജയ ലക്ഷ്യവുമായി ഇറങ്ങിയ പാകിസ്ഥാൻ 13.2 ഓവറിൽ ലക്ഷ്യം മറികടന്നു. ദക്ഷിണാഫ്രിക്കയെ വീഴ്ത്താനൊരുക്കിയ പിച്ചിൽ കറങ്ങി വീണ് ഇന്ത്യ. പരമ്പരയിലെ 1ാം ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് 30 റൺസിന്റെ നാണം കെട്ട തോൽവി. ദക്ഷിണാഫ്രിക്ക ഉയർത്തിയ 124 റൺസ് വിജയ ലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ 93 റൺസിന് പുറത്തായി. 4 വിക്കറ്റ് വീഴ്ത്തിയ സൈമൺ ഹാർമറും 2 വിക്കറ്റ് വീതം വീഴ്ത്തിയ മാർക്കോ യാൻസനും കേശവ് മഹാരാജും ചേർന്നാണ് ഇന്ത്യയുടെ കഥ കഴിച്ചത്. ഇതോടെ 2 മത്സരങ്ങളുള്ള പരമ്പരയിൽ ദക്ഷിണാഫ്രിക്ക മുന്നിലെത്തി. നേരത്തെ 7-ന് 93 റൺസ് എന്ന നിലയിൽ 3ാം ദിനം ബാറ്റിംഗ് ആരംഭിച്ച ദക്ഷിണാഫ്രിക്കയുടെ 2ാം ഇന്നിംഗ്സ് 153 റൺസിൽ അവസാനിച്ചിരുന്നു. 55 റൺസുമായി പ്രതിരോധം തീർത്ത ദക്ഷിണാഫ്രിക്കൻ ക്യാപ്റ്റൻ ടെംബ ബൌമയുടെ ഇന്നിംഗ്സാണ് പ്രോട്ടീസ് സ്കോർ 150 കടത്തിയത്. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഡെയ്സി ബിജു. DailyNewsLive.in വാർത്തകൾ വിരൽ തുമ്പിൽ.